ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഫസ്റ്റ് യൂണിറ്റ് ആണ്, ലേണിംഗ് വിത്ത് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ 4 യൂണിറ്റുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ഫെമിലിയർ ആയിരിക്കണം എന്താണ് ക്ലീഷേ, അല്ലേ? ഓവർ യൂസ്ഡ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലീഷേ എന്ന് പറയുക. സ്ലാങ് എന്താണ്? സ്ലാങ് നമുക്കറിയാമല്ലോ. ഐ മീൻ ഇൻഫോർമൽ ആയിട്ടുള്ള കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെയാണ് സ്ലാങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഒരു നാടൻ ഭാഷ എന്ന് നമ്മൾ പറയുമല്ലോ. സോ ദെൻ നെറ്റിക്വറ്റ് ആസ് എ കോഡ് ഓഫ് ഓൺലൈൻ കണ്ടക്ട് ആണ്. കോഡ് ഓഫ് ഓൺലൈൻ കണ്ടക്ട് ആണ്. ഫോളോവർ ആരാന്നുള്ളത് അറിയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളെയാണ് ഫോളോവർ, സബ്സ്ക്രൈബർ എന്നൊക്കെ അറിയാമല്ലോ. ദെൻ സെൽഫി ഡിഫൈൻ ചെയ്യാൻ അറിയണം. ട്വീറ്റ് ആസ് എ ഷോർട്ട് റിമാർക്ക് ഓർ പീസ് ഓഫ് ഇൻഫർമേഷൻ പബ്ലിഷ്ഡ് ഓൺ ട്വിറ്റർ ആണ്. ട്വീറ്റ് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ദെൻ റീപോസ്റ്റ്. ബ്ലോഗ് ഈസ് എൻ ഓൺലൈൻ ജേർണൽ ആണ് ബ്ലോഗ്. ദെൻ വൈറൽ ആൻഡ് ചാറ്റ്. ഈ സാധനങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്നതാണ്. ദെൻ ഇതിനകത്ത് ഏറ്റവും കൂടുതലായി നമ്മൾ പഠിക്കേണ്ടത് എഡിറ്റിംഗ് ഇമെയിൽ എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ്. എന്തായാലും എക്സാമിനകത്ത് ഒരു മെയിൽ തന്നിട്ട് അത് നമ്മളോട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അല്ലെ? അപ്പൊ അതിനകത്ത് നോർമലായി വരുന്ന തെറ്റുകളുണ്ടല്ലോ. ഡൂസ് ആൻഡ് ഡോൺസ് അറിയുന്ന ആളാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഹായ് ഹലോ കൊടുക്കാൻ പാടില്ല. ദെൻ ഒരു വാക്യം മുഴുവനായിട്ട് നമ്മൾ എന്തിൽ എഴുതരുത്? ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പാടില്ല. ഇറ്റാലിക്സ് യൂസ് ചെയ്യരുത്. എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ആക്കാൻ പാടില്ല. ഫുൾ സ്റ്റോപ്പ് ഒക്കെ യൂസ് ചെയ്തത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ആ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടല്ലോ, ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ആ എഡിറ്റിങ്ങിന്റെ ആ ഒരു സംഗതി നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ നിർബന്ധമായും പഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ അത് ബേസ്ഡ് ആയിട്ട് ചെറിയൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവിടെ അതിന്റെ സംഗതി കിട്ടും കേട്ടോ. ജസ്റ്റ് നോക്കണേ. ഇതിനകത്ത് തന്നെ ഇൻക്വയറി ഇമെയിൽ ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ ഏതെങ്കിലും ഒരു സെന്ററിലേക്കോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എൻക്വയറി ചെയ്തിട്ട് നമ്മൾ അയക്കുന്ന മെയില് അതേ സാധനം തന്നെ ലെറ്ററിന്റെ രൂപത്തിലും വരാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തതാണ് ഒരു ഫ്രം, അതുപോലെ ടു, CC, BCC, സബ്ജക്ട്, എന്നിട്ടൊരു പ്രോപ്പർ ബിഗിനിങ് കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സംഗതിയൊക്കെ വെച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനേ. മോഡലൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അത്. സോ ദെൻ ഈ എഡിറ്റിംഗ് മെയിൽ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ വേണം. സോഷ്യൽ മീഡിയ ഒരു പാരഗ്രാഫ് സോഷ്യൽ മീഡിയയെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ദെൻ അബ്രീവിയേഷൻസ്, ഈ ഒരു യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് കുറച്ച് അബ്രീവിയേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ അല്ലേ, ടുമോറോ എന്നുള്ളതിന് ഐ മീൻ ബൈ ദ വേ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അബ്രീവിയേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ASAP, as soon as possible, അതുപോലെയുള്ള അബ്രീവിയേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണ. ഒരു 1 മാർക്കിനെ ചോദിക്കുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ ആ മാർക്സ് അവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് അതിനകത്ത്. ദെൻ ബ്ലോഗ് അവിടെ ഒരു സീരിയസ് കൺസേൺ ആണ്. ബ്ലോഗിനകത്ത് നമുക്കറിയാലോ, ബ്ലോഗ് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ആ ബ്ലോഗർ ആരാണോ ബ്ലോഗ് ചെയ്യുന്നത് ആളുടെ പേര് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഒരു പോസ്റ്റർ ഡേറ്റ് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവിടെ എഴുതിയാൽ മതി. ദെൻ അവിടെ ഒരു കാര്യം കൂടി, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു സംഗതി അവിടെ ശ്രദ്ധിക്കണേ. ഇതിന്റെ ഒരു കേസ് പറയുമ്പോൾ കേരള ഗോൾസ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ. ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ചെറിയൊരു കണ്ടന്റ് പഠിച്ചു വെക്കണം. കാരണം അത് എക്സാമിന് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ബ്ലോഗിനകത്തൊക്കെ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സംഗതി അവിടെ മനസ്സിലാക്കി വെക്കാം. ദെൻ +1 നമ്മൾ ഡിബേറ്റ് ഒക്കെ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ അഗെയിൻസ്റ്റ് ആയിട്ടും ഫേവർ ചെയ്തിട്ടും ഒരു 1-2 പോയിന്റ്സുകളൊക്കെ നമ്മളോട് ചോദിക്കുക കേട്ടോ. ഇതല്ലാതെ ഈ യൂണിറ്റിനകത്ത് ട്വിറ്റർ പറയുന്നുണ്ട്. എന്താണ് ട്വീറ്റ്? നമുക്കൊരു ട്വീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ട്വീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ട്വിറ്റർ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. താഴെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടൈം വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഒരു 1 or 2 ലൈൻസിനകത്ത് നമ്മൾ ട്വീറ്റ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ് കൊടുക്കുക. താഴെ #സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ട്വീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കണം. പ്രധാനമായും ഈ ഒരു യൂണിറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാവർക്കും നല്ലൊരു വിജയം, ഐ മീൻ നല്ല ഒരു 60 മാർക്സിലേക്ക് തന്നെ ഈ റിട്ടൺ എക്സാമിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ സീ യു ഇൻ അനദർ വീഡിയോ. Till then, bye. Thank you.